ഹലോ ഗൈസ്, നമ്മൾ കോളിഫ്ലവർ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് 2 ദിവസമായി. അപ്പം ഇങ്ങനെ ചെറിയ കുത്തുകൾ വരാൻ തുടങ്ങിയിരിക്കണം. അപ്പോൾ ഞാനത് പൊരിക്കാമെന്ന് വിചാരിച്ച്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണല്ലോ പൊരിച്ചിട്ട് ചിക്കൻ ചില്ലിയുടെ പോലെ ആക്കി കൊടുക്കുക. അപ്പോൾ അത് ഒരു എത്ര വേണേലും കഴിക്കും. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ തണ്ടിൽ നിന്ന് വേർതിരിച്ചിട്ട് അതിൻ്റെ അടിയിലൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൽ പെട്ടെന്ന് പുഴുക്കൾ വരാൻ സാധ്യത ഉണ്ട്. അപ്പം നമ്മൾ അത് നല്ലോണം ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കട്ടോ. നല്ലോണം ചെറുതാക്കരുത്. അതിനൊരു ഷേപ്പ് ഉണ്ടാവുമല്ലോ, അതിങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് നല്ലത്. എന്നാലുള്ളൂ അത് അതിൻ്റെ ഒരു വൃത്തിയിലുണ്ടാവുക. പിന്നെ വേവിക്കുമ്പോഴും നമ്മളിങ്ങനെ തിളപ്പിക്കുമ്പോഴൊക്കെ അത് പെട്ടെന്ന് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ വേവിക്കുമ്പോൾ ഒന്ന് ചുങ്ങും ചെയ്യും. അപ്പോൾ അത് അത്യാവശ്യം സൈസിൽ തന്നെ കട്ട് ചെയ്യാം കേട്ടോ. അതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ ഇത് മസ്റ്റായിട്ടും ചെയ്യണം കേട്ടോ. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നല്ലോണം തിളപ്പിക്കുക. വേവൊന്നും വേണ്ട, നല്ലോണം ഒന്ന് തിളപ്പിക്കുക. അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കുക, എന്തെങ്കിലും ഒന്ന് ചെയ്യുക. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ മസാല പരിപാടിയൊക്കെ നോക്കാം കേട്ടോ. മസാലയ്ക്ക് നമുക്ക് വേണ്ടത് ഇത് കോൺഫ്ലവറാണ്. കോൺഫ്ലവർ ഒരു 2 ടീസ്പൂൺ, എത്ര വെച്ചാൽ അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ലേശം, പിന്നെ മുളക് പൊടി, മസാല കുറച്ചൊക്കെ ഉണ്ടായിക്കോട്ടെ, കാരണം എത്ര ഇട്ടാലും നമുക്ക് കാണില്ല. പിന്നെ ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അതിക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മസാല നല്ലോണം നല്ല ക്രീമി പരുവത്തിലാവുന്നവരെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കോൺഫ്ലവർ ഇടുകൊണ്ട് അത്യാവശ്യം വെള്ളം നനവുണ്ടെങ്കിൽ തന്നെ അത് ഇങ്ങനെ ലൂസായി കിട്ടുള്ളൂ. അപ്പോൾ നല്ലോണം മസാലയൊക്കെ നല്ലോണം ഇതാക്കുക, ശരിയാക്കി എടുക്കുക കേട്ടോ. അത് നമ്മുടെ തിളപ്പിച്ച കോൺഫ്ലവർ അത് ഊറ്റിയെടുക്കുക. ഒരു പാത്രത്തേക്ക് ഊറ്റിയെടുത്തിട്ട് കോളിഫ്ലവർ ഊറ്റിയെടുത്തിട്ട് അത് നല്ലോണം ഡ്രൈ ആക്കി എടുത്തിട്ട് എന്നിട്ട് മസാല നല്ലോണം പിടിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ഇട്ടിട്ട് നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കുക. മസാല അതിമേക്കാണ്ട് പിടിച്ച് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. കുറച്ച് ടൈം മതി, അത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മസാല എല്ലായിടത്തും നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഉള്ളിക്കൊക്കെ ഇറങ്ങണ പരുവത്തിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. അപ്പോൾ അത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അത് അടച്ച് വെച്ചു. പിന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വേറെയുള്ള പണികളൊക്കെ ഒരുങ്ങിയ ടൈമിൽ ഞാനത് പൊരിച്ചെടുക്കുക ചെയ്തു കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടുകയൊക്കെ ചെയ്യും. പിന്നെ കളറ് മാറുന്ന വരെ വെയിറ്റ് ചെയ്യാം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ആദ്യം ഒന്ന് ഇതാക്കുക, പിന്നെ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ചില്ലിയുടെ ആ ഒരു കളറും ഇതൊക്കെ വരും ഒന്ന് നല്ലോണം വെന്ത് വരുമ്പോൾ. അപ്പോൾ ഞാനത് പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊരിച്ചെടുക്കൽ വേഗം കഴിഞ്ഞ് ഇനി ഇതാ അപ്പോൾ നമ്മളുടെ ഇത് ചില്ലി എന്താ പറയുക, അത് സെറ്റായിട്ടുണ്ട്.